ദീപലക്ഷണത്തിലാണ് ശുഭാശുഭ ലക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത്. ഇവിടെ തിരി ഘനക്കുറവിലാണ് എരിയുന്നത്. വാസ്തുപുരുഷൻ സംതൃപ്തനല്ല എന്ന് ചുരുക്കം. ഹലോ, ആ വൺ സെക്കൻഡ്, ഇവിടെ റേഞ്ചില്ല. ഞാൻ വരുന്നു. ആ ഓക്കെ, ടെൽ മീ. ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. സോറി, ഒരു കോൾ ഉണ്ടായിരുന്നേ. ഒരു വീടിന്റെ ലക്ഷണം നോക്കാൻ വരുമ്പോൾ നാച്ചുറലി വീട്ടുകാരന് വലിയ വിശ്വാസം ഉണ്ടാകാറില്ല. വാസ്തു ഒരു യഥാർത്ഥ ശാസ്ത്രമാണോ എന്നുള്ള ഡൗട്ട് എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാവുക സ്വാഭാവികം. അല്ല, ഞങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. ഞാൻ ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇതൊരു യഥാർത്ഥ ശാസ്ത്രമായതുകൊണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന്റെ വാസ്തു തെറ്റാണെങ്കിൽ പല വിപത്തുകളും സംഭവിക്കും, മരണം വരെ. പക്ഷേ പ്രേതബാധ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വീടുകളിൽ പലപ്പോഴും വാസ്തുവിലുണ്ടാകുന്ന വീഴ്ച കൊണ്ടാണ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ വീട്ടിലുണ്ടായെന്ന് പറയുന്നത് വാസ്തുവിലുണ്ടായ പിഴവുകൾ കൊണ്ടാണ്. ജനലിന്റെ ചില്ല് പൊട്ടുന്നത് മഞ്ഞ് കാലാവസ്ഥയിലെ എയർ പ്രഷർ കൊണ്ടാകാം. പിന്നെ തീ പിടിക്കുന്നത് സൂര്യരശ്മികൾ ജനൽ ചില്ലിൽ കൂടി അകത്ത് കടക്കുമ്പോൾ ലെൻസ് എഫക്റ്റിൽ തീ ഉണ്ടാകാം. മാത്രമല്ല, ചിത്രങ്ങൾ വീണുടയുന്നതും ഗ്ലാസ് വീഴുന്നതും വായുവിന്റെ ക്രമക്കേട് കൊണ്ടും ആകാം. പൊതുവായി വാസ്തു എന്നത് വായു, ജലം, വെളിച്ചം, സ്ഥാനം എന്നിവയിൽ അധിഷ്ഠിതമാണ്. ഇവ നാലും ക്രമക്കേട് കൂടാതെ പരിചരിച്ച് വേണം കട്ടിടം നിർമ്മിക്കാൻ. ഇല്ലെങ്കിൽ ഫലം അശുഭമാകും. ഇത്രയുമാണ് വാസ്തുശാസ്ത്രത്തിന്റെ രത്ന ചുരുക്കം. പക്ഷേ ഈ പൂജകളും ലക്ഷണങ്ങളും കൊണ്ട് നമ്മൾക്ക് പലതും ഗ്രഹിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആചാരങ്ങൾക്ക് അതിൻ്റെ ആദരവ് നൽകി വേണം ശാസ്ത്രമായാലും കൈകാര്യം ചെയ്യാൻ. ഇനി ഞാൻ തുടങ്ങട്ടെ. ഇവിടെ ഒരു ജലസ്രോതസ് അടഞ്ഞുകിടപ്പുണ്ട്. വാസ്തുപ്രകാരം അത് വീടിന് ദോഷമാണ്. താല്പര്യമുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച പണി തുടങ്ങാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ശ്യാമ, നീ പേടിക്കണ്ട. വാസ്തുപ്രകാരമുള്ള പണി ചെയ്ത ഇപ്പോൾ ഈ ഡിസ്റ്റർബൻസ് ഒക്കെ മാറും. എന്തോ എനിക്ക് ഈ വീട് മാറുന്ന നല്ലതെന്ന് തോന്നുന്നു. രാമൻ എന്താ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഇത്ര നിർബന്ധം? ശ്യാമ, നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കണം. അല്ലാതെ ചുമ്മാ ചില വിശ്വാസങ്ങളുടെ പേരിൽ വീരുക്കളെ പോലെ പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് പോരുത്. അതാണ് എന്റെ ഫിലോസഫി. നമ്മുടെ നാട് ടെക്നോളജിക്കലി എത്രയൊക്കെ ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശ്യാമ, ഇതിലൊക്കെ വിശ്വസിക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? പൂജയും മന്ത്രമൊക്കെ നടത്തി വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? ആ സോറി, ഞാൻ കുറച്ചൊക്കെ കൺസർവേറ്റീവ് തന്നെയാ.
ഇനി മുതൽ അച്ഛൻ എന്നെ കാറിൽ കൊണ്ടുവിട്ടാ മതി. ആ വേല മനസ്സിലിരിക്കട്ടെ. നിന്റെ പ്രായത്തിലേ അച്ഛനിങ്ങനെ സ്കൂളിൽ നടന്നാ പോയിക്കൊണ്ടിരുന്നത്. എന്റെ മോൾ അങ്ങനെ തന്നെ പോയി പഠിച്ചാ മതി കേട്ടാ. റൂബി, ആയതുകൊണ്ടല്ലേ എന്റെ അച്ഛന്റെ കയ്യിൽ നിറയെ പൈസ ഉണ്ടല്ലോ. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. പിന്നെ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞാൽ ഈ ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് എന്റെ അച്ഛന്റെ കയ്യിലല്ലേ. കുഞ്ഞി വായിൽ വലിയ വർത്തമാനങ്ങൾ പറയാതെ എന്റെ മോള് പോയി കുളിക്കാൻ നോക്കും. ചെല്ലും. ചേച്ചേ വല്ലതും കഴിക്കാടുക്ക്, വല്ലാത്ത വിശപ്പ്. സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരെക്കാളും വിശപ്പാണല്ലോടാ നിനക്ക്. ഞാനിവർ ഇങ്ങനെ നോക്കണോണ്ട് എനിക്ക് അത്ര വിശപ്പ്. ഒരു പറ്റ എരുമകളം മേക്കണേക്കാ പാടാ ഇവർ രണ്ടുപേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞാല്. പിന്നെ ഞാനിത് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ. നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിലേ മമ്മി വഴക്ക് പറയും. ആ ഇനി വീടിന്റെ ദിക്കുകളിൽ മാത്രം കുറിപ്പ് തന്ന രീതിയിൽ മാറ്റം വരുത്തുക. പ്രത്യേകിച്ച് കിടപ്പുമുറി, കുട്ടികളുടെ മുറിയിലെ ഫിഷ് ടാങ്ക് തുടങ്ങിയവ. ഇതുവഴിയുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക. ടിൻറ്റഡ് ഗ്ലാസ് ഇട്ടാൽ മതി. പിന്നെ അസ്തമയത്തിന് ശേഷം തുറക്കാവുന്നതാണല്ലോ. വരട്ടെ. ഓരോ ദിവസങ്ങളും ഓരോ പാഠങ്ങളാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അറിവാണ് വാസ്തു. തികച്ചും അവിശ്വാസത്തോടെ ഞാൻ തുടങ്ങി. പക്ഷേ വാസ്തവത്തിൽ ഈ വീടിനെ ചുറ്റിയുള്ള എല്ലാ നിഗൂഢതകളും മാറിയിരിക്കുന്നു. വാസ്തു ഒരു യഥാർത്ഥ ശാസ്ത്രമാണ്. ശാസ്ത്രാധിഷ്ഠിതമായ ഒരു പൗരാണിക മൂല്യം. എല്ലാ കാര്യങ്ങൾക്കും ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ, ശാസ്ത്രീയമായ വിശദീകരണമുണ്ടെന്ന എൻ്റെ വിശ്വാസം കൂടുതൽ ദൃഢമായി.